തിരുവോണ തിരുവോണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് ഒപ്പം തന്നെ തൃക്കാക്കരയപ്പന് ഭക്തരുടെ തിരുമുൽ കാഴ്ച എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? രാജി, ഒരു ഭാഗത്ത് ഉത്രാടപ്പാച്ചിലിൻ്റെ ഓട്ടത്തിലാണ് ഓണം ആഘോഷിക്കാൻ മലയാളികളെങ്കിൽ മറ്റൊരു ഭാഗത്ത് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പ്രത്യേക ചടങ്ങുകൾ തിരുവോണത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുവോണവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരുമുൽ കാഴ്ച ചടങ്ങുകൾ പൂർത്തിയായി. അതിനുശേഷം പകൽപ്പൂരം അടക്കമുള്ള ചടങ്ങുകൾ നടക്കും. ആനകളെല്ലാം എഴുന്നള്ളിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്പം മുമ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നു. അവരെല്ലാം ഈ ചടങ്ങുകളുടെ ഭാഗമായി തിരുമുൽ കാഴ്ചയിലെല്ലാം പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഉത്രാട സദ്യ അതും ഏറ്റവും പ്രധാനം തന്നെയാണ്. ഈ ഒരു തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉത്രാട സദ്യയും ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ വിവിധ ചടങ്ങുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പൂർത്തിയാകുന്നു. തിരുമുൽ കാഴ്ച നടപ്പിൽ വന്നതിന് ശേഷം മറ്റു ചടങ്ങുകളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ചടങ്ങുകളെല്ലാം പൂർത്തിയായി അല്ലേ? തിരുമുൽ കാഴ്ച അതെ തിരുമുൽ കാഴ്ച. ഇനിയിപ്പോൾ ഒരു പ്രദക്ഷിണമുണ്ട്, നാസുര പ്രദക്ഷിണമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മേളം തുടങ്ങി. പിന്നെ മേളത്തിൻ്റെ ഒപ്പമുള്ള പ്രദക്ഷിണം. അത് കഴിഞ്ഞാൽ നേരെ അകത്തോട്ട് തിരിച്ചു കയറും എഴുന്നള്ളിച്ച്. അതെ 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 അതെ. ഞാൻ ഇവിടുത്തെ നാട്ടുകാരനല്ല, പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ആയത് പരിചയപ്പെട്ടതാണ്. എങ്ങനെയാണ് എവിടം വരെ ആയി ഓണാഘോഷം? ഓണാഘോഷം നല്ല തിരക്കായി തുടങ്ങി. ഇപ്പോൾ ഇന്നും നാളെ നല്ല തിരക്കായിരിക്കും. ഇപ്പം കാലാവസ്ഥയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, എന്നാലും നല്ല തിരക്കുണ്ടാവും. ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണല്ലോ. തീർച്ചയായിട്ടും അതിപ്പോൾ ഇന്നിപ്പോൾ പകൽപ്പൂരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല തിരക്കായിരിക്കും തീർച്ചയായിട്ടും. തിരുമുൽ കാഴ്ച കഴിഞ്ഞല്ലേ? തിരുമുൽ കാഴ്ചയാണ്. അതെ തിരുമുൽ കാഴ്ചയോട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതുണ്ടായിരുന്നു, കാലാവസ്ഥ മാറിയപ്പോൾ ജനങ്ങളും വന്നു തുടങ്ങി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചെറിയ കാലാവസ്ഥ അല്ലെങ്കിൽ മഴയുടെ കോളുണ്ട് എന്നതുകൊണ്ട് തന്നെ തിരക്ക് രാവിലെയെല്ലാം അല്പം കുറവാണ്. എങ്കിൽ പോലും ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തൃക്കാക്കര ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ആ വലിയ ഭക്തരുടെ തിരക്ക് തന്നെ നമുക്ക് കാണാനും കഴിയും. എല്ലാ തവണയും വരാറുണ്ടോ? വരാറുണ്ട് എല്ലാ കൊല്ലം വരാറുണ്ട്. ഭഗവാൻ നേരിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, സംതൃപ്തി. തൊഴുതു ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. ഭയങ്കര ഐതിഹ്യമാണ്. നമ്മുടെ ഓണത്തോടനുബന്ധിച്ചുള്ള ഐതിഹ്യങ്ങളാണല്ലോ. വാമനമൂർത്തിയെ കാണാനും അനുഗ്രഹം മേടിക്കാനും എല്ലാ കൊല്ലവും വരാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ വാമനമൂർത്തി ക്ഷേത്രം, വാമനമൂർത്തിയെ കാണാനും അനുഗ്രഹം വാങ്ങാനും എല്ലാം തന്നെയാണ്. മഹാബലിക്കും ഒരിടമുണ്ട് ഇവിടെ എന്നത് തന്നെയാണ്. മഹാബലിക്കുണ്ട്, പരമശിവനും ഇവിടെ ഒരു ഇടമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പുണ്യ കേന്ദ്രം തന്നെയാണ് ഈ ഒരു തൃക്കാക്കര എന്ന് പറയുന്നത്. എങ്ങനെയാണോ തൃപ്പൂണിത്തുറയിലൂടെ സമയത്തിലുള്ള അല്ലെങ്കിൽ അത്തത്തിലൂടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷ ദിനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പ്രധാനമായും ഈ ഒരു തൃക്കാക്കരയിലെ ഓണമഹോത്സവത്തോടനുബന്ധിച്ചാണ്. തിരുവോണ ഉത്സവങ്ങളോട് അനുബന്ധിച്ചാണ് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പോൾ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പകൽപ്പൂരത്തിനായി ആനകൾ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിന് വേണ്ടി നീങ്ങുന്ന ഓരോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഓണാഘോഷങ്ങളുടെ ഒരു മൂർധന്യം തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ എങ്ങും നടക്കുന്ന ഓണാഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. എല്ലാ വർഷവും തൃക്കാക്കരയിൽ ഓണാഘോഷങ്ങൾ അല്ലെങ്കിൽ തൃക്കാക്കരയിലെ ഓണം കൂടുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്, വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. അവർക്കെല്ലാം തന്നെ നിരവധി, പ്രത്യേകിച്ചും ഇവിടെ തിരുമുൽ കാഴ്ച അടക്കമുള്ള പ്രത്യേക ചടങ്ങുകൾ, അതിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അത്തരം ചടങ്ങുകളുടെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ഒരു തൃക്കാക്കര ഉത്സവത്തോടനുബന്ധിച്ച്, ഓണാഘോഷങ്ങളോടനുബന്ധിച്ച്, തിരുവോണോത്സവങ്ങളോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ തിരുവോണത്തോടനുബന്ധിച്ചുള്ള തൃക്കാക്കരയപ്പന് ഭക്തരുടെ തിരുമുൽ കാഴ്ച സമർപ്പണം നടക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.